ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിലേക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തുന്നത്, അല്ലെങ്കിൽ എന്താണ് ഈ സമയം നിങ്ങൾ അറിയേണ്ടത്. ഈ ഒരു സമയം, ഈ ഒരു സിറ്റുവേഷൻസ്, ഈ ഒരു ലൈഫ് എക്സ്പീരിയൻസ്, മേ ബി നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങളായിരിക്കാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിരിക്കാം. അപ്പം ഈ ഒരു ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട്, ഈ ഒരു സമയം വെച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഈ സമയം എന്തൊക്കെയാണ് അറിയേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾ അവേക്കനായിട്ട് ഇരിക്കേണ്ടത്, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ പൈലോ കാര്യങ്ങളൊന്നും വെച്ചിട്ട് ഇതൊരു ജനറൽ ആയിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പം നമുക്ക് നിങ്ങൾ കൂടുതലും ഈ ഒരു വീഡിയോ കോൺസെൻട്രേഷൻ ചെയ്ത് കണ്ടുകൊണ്ടിരുന്നാൽ മാത്രം മതി. അപ്പം ഇതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലൈഫിലെ കാര്യങ്ങൾ പോകുന്നത്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. യെസ്, ഓഫ് കോഴ്സ് ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരിക്കാൻ പറ്റുക, പേഷ്യൻ്റായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഓരോന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക, ഫീലിംഗ് ദ നാച്ചുറൽ, അതായത് ഈ നാച്ചുറലിനെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഫീൽ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സോളിനെ നിങ്ങൾക്ക് ശ്രവിക്കാൻ പറ്റും, നിങ്ങളുടെ ഇന്നർ വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പറ്റുന്നതിനേക്കാളും നിങ്ങളുടെ സോൾ നിങ്ങൾക്കൊരു റെസ്റ്റ് കൊടുക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രിപ്പയറിങ് ആയിട്ടുള്ള ടൈമാണ് നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾക്ക് വേണ്ടി, അതായത് നിങ്ങൾ എന്ന് പറയുന്നൊരു ഹ്യൂമൻ ബീയിങ്ങിനെ യൂണിവേഴ്സ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നൊരു സമയമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഇൻറ്റ്യൂഷനോ, വ്യക്തമായിട്ടുള്ള ഒരു വേയോ, വ്യക്തമായിട്ടുള്ളൊരു പാത്തോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഉണ്ടാകത്തില്ല. എല്ലാം കുറേ ചോദ്യങ്ങളായിരിക്കും. അതിനുള്ള ഉത്തരങ്ങൾ കിട്ടാൻ വേണ്ടി പാടില്ല. കാരണം എന്തുകൊണ്ടാണ് ഈ ഒരു ഇൻസിഡൻറ്റ് വരുന്നത് എന്ന് നിങ്ങൾക്കറിയാൻ പറ്റത്തില്ല. ബട്ട് ഇൻസിഡൻറ്റ് നിങ്ങളുടെ ലൈഫിലോട്ട് വന്നുകൊണ്ടിരിക്കും. ആൾക്കാർ മൂലം ചില ഇഷ്യൂസ് നിങ്ങളുടെ ലൈഫിലുണ്ടാവും. മേ ബി നിങ്ങളുടെ ഫ്രണ്ട്സ് മൂലമായിരിക്കാം, നിങ്ങളുടെ ഫാമിലി റിലേറ്റീവ്സ് മൂലമായിരിക്കാം. അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവും. മറ്റുള്ള ആൾക്കാരിൽ നിന്നുമുള്ള വ്യക്തമായിട്ടുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഈ സമയം ഉണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഫാമിലി റിലേറ്റീവ്സ് ആയിരിക്കാം, നിങ്ങളുടെ ഹസ്ബൻഡ് ആയിരിക്കാം. ഇവരിൽ നിന്നുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നൊരു ഇൻസിഡൻറ്റ്, നിങ്ങൾക്ക് ഉണ്ടാവുന്നൊരു അവേക്കനിങ്, നിങ്ങൾക്ക് ആൾക്കാരെ കൂടുതലും കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആൾക്കാരുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് ആൾക്കാർ മാറുന്നത്, ആൾക്കാരുടെ സിറ്റുവേഷൻസ് അനുസരിച്ച് ആൾക്കാർ ചേഞ്ച് ആവുന്നത്, അനുഭവങ്ങൾ, എക്സ്പീരിയൻസ്, ഇതൊക്കെ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ഇമോഷൻ ലോ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഈ സമയത്ത് നിങ്ങളെ കൂടുതലും തളർത്തുന്നത് ഇമോഷണലായിട്ടുള്ള ലോസ് ആയിരിക്കും. അതായത് ചെറിയൊരു കാര്യത്തിന് പോലും നിങ്ങൾ പെട്ടെന്ന് ഡൗൺ ആവും, ഒരു ഇമോഷണൽ ലോസ് വരാനുള്ള ചാൻസ് ഉണ്ട്. എനർജി പരമായിട്ടുള്ളൊരു ലോസ് വരാനൊരു ചാൻസ് ഉണ്ട്. തളർച്ച കുറച്ചധികം അങ്ങനത്തെ ഉള്ളൊരു ഏരിയ, അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. മടി കാര്യങ്ങളൊക്കെ ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടും വരാനുള്ളൊരു ചാൻസ് ഉള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഈ സമയം എന്ന് പറയുന്നത് അവേക്കനിങ് സിറ്റുവേഷനാണ്. കൂടുതലധികം ആൾക്കാരും സ്പിരിച്വൽ ജേണിയിലോട്ട് കയറുന്നൊരു ടൈമാണ് ഈ അവേക്കനിങ് സ്റ്റേജ്. അതായത് കൂടുതലധികം ആൾക്കാരും ഈ സമയത്താണ് അവേക്കനിങ് ആവുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങൾ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കും. മെഡിറ്റേഷൻ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കൂടുതലും ചെയ്യാൻ വേണ്ടി നിൽക്കുന്നൊരു സമയമായിട്ടായിരിക്കും കാണുന്നത്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഈ സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര വെപ്രാളമായിരിക്കും. എന്തെങ്കിലും, അതായത് എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കണം, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ ലൈഫ് ഇങ്ങനെ പോകുന്നുണ്ട്. ഒരു ലൈഫിൽ നിന്നും ഒരു ഇതുണ്ടാവും. അതായത് കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ട്, കുറച്ചും കൂടെ കുറച്ചും കൂടെ താല്പര്യത്തോടെ നിങ്ങളുടെ ലൈഫിൽ പോകണം എന്നുള്ളൊരു ഒരു സംഭവം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളതായിട്ടാണ് കാണുന്നത്. ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് എല്ലാവർക്കും വാട്ടർ സൈൻ ആയിരിക്കും. വാട്ടർ സൈനാണ് ഇവിടെ മെയിൻലി കാണുന്നത്. അതായത് എനർജി പരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പീസ് ഓഫ് മൈൻഡ് ആയിരിക്കും. എല്ലാവരും സംബന്ധിച്ച് ഒരു കൂൾ മൈൻഡ് ആയിരിക്കും. ഒരു ഒരു ശാന്തി, സമാധാനം ഉണ്ടാവും എന്നുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ പോലും നിങ്ങളെ യൂണിവേഴ്സ് ഭയങ്കരമായിട്ട് ഗൈഡ് ചെയ്ത് നിങ്ങളെ ആ ഒരു കാമായിട്ടുള്ള സിറ്റുവേഷൻ കൊണ്ട് നിർത്തും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് ചില ഇൻസിഡൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചില ആൾക്കാരും വരും. അതേ ഇൻസിഡൻറ്റ് മാറ്റാൻ വേണ്ടി മറ്റ് ചിലർ നിങ്ങളുടെ ലൈഫിലോട്ടും വരാൻ ചാൻസ് ഉണ്ട്. ചില ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ചില റിലേഷൻഷിപ്പ് ആയിരിക്കും, കരിയർ പരമായിട്ടുള്ള സിറ്റുവേഷൻസ്, ഫിനാൻസ് ആയിരിക്കാം. ചില ആൾക്കാർ നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടും ഒരു നെഗറ്റീവ് ഉണ്ടാക്കുമെന്നുണ്ടെങ്കിൽ അതേ എനർജി കൊണ്ട് പോകുന്ന നിങ്ങൾ വേറൊരാളിൽ നിന്നും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു ബെനിഫിറ്റ് ആയിട്ടൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ സമയം നിങ്ങൾ പല ആൾക്കാരെ മീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പുതിയ ആൾക്കാരുടെ ഗൈഡൻസ്, പുതിയ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിരിക്കാം. നിങ്ങളെ സംബന്ധിച്ച് പാസ്റ്റ് ലൈഫ്
അതുപോലെ തന്നെ അതുമായിട്ട് കണക്റ്റ് ചെയ്ത ചില കാര്യങ്ങൾ, പാസ്റ്റ് ലൈഫ്, അതുപോലെ തന്നെ ടിൻ ഫ്ലെയിം ജേണി, സോൾമേറ്റ് കണക്ഷൻസ്, അങ്ങനത്തുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ വരാനുള്ള ചാൻസ്, അതിൻ്റെ പ്രിപ്പയറിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങളെ സംബന്ധിച്ച് ഒരു വ്യക്തി നമ്മുടെ ലൈഫിൽ വരുന്നതിന് 6 മന്ത് മുന്നേ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പയറിങ് നമ്മളെ സോളും തുടങ്ങും, ദ ഹോൾ യൂണിവേഴ്സും തുടങ്ങും. അപ്പം ആ വ്യക്തി നമ്മുടെ ലൈഫിലോട്ട് വരുന്നത് എന്തിനാണ്? നമ്മുടെ ലൈഫ് ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തി നമ്മുടെ ലൈഫിലോട്ട് വരുന്നത്. അപ്പം ആ വ്യക്തി നമ്മുടെ ലൈഫിൽ വരണം എന്നുണ്ടെങ്കിൽ ആ വ്യക്തി കഴിഞ്ഞു പോയ കുറേയധികം ഇൻസിഡൻറ്റ് നമ്മുടെ ലൈഫിലുണ്ടാവണം. എങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് നമ്മുടെ ലൈഫിൽ വന്ന് അതെല്ലാം ചേഞ്ച് ആക്കാൻ പറ്റുള്ളൂ. അപ്പം ഇൻസിഡൻറ്റ് സ്വാഭാവികമായിട്ട് നമ്മുടെ ലൈഫിൽ അവേക്കനിങ് ആയിട്ട് വരാൻ വേണ്ടി തുടങ്ങും. അപ്പം സോൾമേറ്റ് കണക്ഷൻ, ടിൻ ഫ്ലെയിം ജേണി, ഇങ്ങനത്തുള്ള ഇഷ്യൂസിൻ്റെയൊക്കെ അവേക്കനിങ് സ്റ്റേജിലൂടെ കടന്നു പോകുന്ന ചില ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്. ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരു മിസ്സിങ് ഫീൽ നിങ്ങൾക്കുണ്ടാവും. ചില ആൾക്കാരിൽ നിന്നും, ചില ലൈഫ് എക്സ്പീരിയൻസിൽ നിന്നും, ചില അനുഭവങ്ങളിൽ നിന്നും, ചില സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മിസ്സിങ് ഫീൽ ഉണ്ടാവുന്നതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്തൊക്കെയോ മിസ്സാവുന്നു, എന്തൊക്കെയോ ഒരു ഡൗൺ ഫെയിലിയർ സിറ്റുവേഷൻ, ഒരു വിഷമാവസ്ഥ, ആരെങ്കിലും സംസാരിക്കണം അല്ലെങ്കിൽ ആരുടെടുത്തെങ്കിലും ഒന്ന് മിണ്ടണം, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നൽ ഈ സമയത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് കൂടുതലാണ്. നിങ്ങളുടെ സൈക്കിക് എനർജിയും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗൺ എനർജിയും ഭയങ്കരമായിട്ടും ഡൗൺ ആയി പോകുന്നൊരു സിറ്റുവേഷനിലൊക്കെ വരുന്നൊരു സമയമായിട്ടാണ് കൂടുതലധികം പേരെയും ഈ സമയത്ത് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് മെയിൻലി വരുന്ന ഫോക്കസ് ആവുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സോൾ ഈ സമയത്ത് ഹീലിംഗ് പ്രോസസ്സിലാണ്. വ്യക്തമായിട്ടുള്ള പ്ലാനുണ്ട്. ഈ സോൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ സോളിന് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ട്. നിങ്ങൾക്ക് അടുത്ത് എന്താണ് വരാൻ പോകുന്നത്, നിങ്ങൾക്ക് 6 മാസം മുന്നേ എന്താണ് വരാൻ പോകുന്നത്. കാരണം നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിവൈനൊരു ടൈമുണ്ട്. ഈ സമയത്ത് നമ്മളെ സോൾ കോൺട്രാക്റ്റ് എഴുതാൻ വേണ്ടി പോകും. നമ്മളെ സോൾ പ്രിപ്പയർ ചെയ്യും. വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട് ആ സോളിന് എന്താണ് നമുക്ക് വേണ്ടത്, നമ്മളെ ലൈഫിൽ ഇനി എന്താണ് നടക്കാൻ പോകുന്നത്. 6 മന്തും അതിന് മുന്നേ വരെ ഉള്ള കാര്യങ്ങൾ നമ്മുടെ സോളിന് അറിയായിരിക്കും. അപ്പം നമ്മുടെ ആഗ്രഹങ്ങളും അതിനുള്ള പാഷനേറ്റും എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന സോളിന് അറിയായിരിക്കും. അതിനനുസരിച്ച് നമ്മളെ മുന്നോട്ട് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാനും ഈ പറഞ്ഞ സോളിനറിയാം. അതിനനുസരിച്ച് നമ്മുടെ ലൈഫിലോട്ട് നമ്മളെ നമുക്ക് വരത്തുള്ളൂ. ഓക്കെ, നമ്മളെ എനർജിയുമായിട്ട് ആരാണോ നമുക്ക് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആ വ്യക്തികളായിരിക്കും നമ്മുടെ ലൈഫിൽ കൂടുതൽ നമുക്ക് അട്രാക്റ്റഡ് ആവുന്നത്. ഒരു ഹൈ എനർജിയിലുള്ള, ഇപ്പം ഒരു ഫിലിം സ്റ്റാറിൻ്റെ എനർജിയിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ എനർജിയിലോട്ട് അപ്ഗ്രേഡ് ആവണം. നമ്മളെ എനർജി ഏതാണോ ആ ഒരു എനർജിയുമായിട്ട് മാത്രമേ നമ്മൾ കണക്റ്റ് ആവത്തുള്ളൂ. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ ഒരു ഹൈ എനർജിയിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഹൈ എനർജിയിലുള്ള ആൾക്കാരുമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനൊരു ലോ എനർജിയിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ലോ എനർജിയിലുള്ള ആൾക്കാരായിരിക്കും എൻ്റെ അടുത്തോട്ട് വരുന്നത്. അപ്പം ഇറ്റ്സ് ആൾ അബൌട്ട് എനർജി ബേസിലുള്ള കുറേയധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ ചാൻസ് ഉണ്ട് ഈ സമയത്ത്. നിങ്ങളെ സംബന്ധിച്ച് മെയിൻലി ഈ ഒരു സമയം വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സറണ്ടറാണ്. ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് നിങ്ങൾ സറണ്ടർ സിറ്റുവേഷനാണ്. സറണ്ടർ സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറേയധികം ആൾക്കാർക്ക് റിലേഷൻഷിപ്പിൽ മൂവ് ഓൺ സിറ്റുവേഷൻ സംഭവിച്ചായിരിക്കാം. കാത്തിരിപ്പ് എന്ന് പറയുന്ന കുറേ സംഭവങ്ങൾ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ജഡ്ജ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നൊരു സിറ്റുവേഷനിലായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് മറ്റു ലൂപ്പോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ ലൈഫിൽ ബാധിക്കുന്നതല്ല. ഇപ്പോൾ ഫിനാൻഷ്യൽ ആയാലും കരിയർ ആയാലും അങ്ങനത്തുള്ള സംഭവങ്ങളോ കാര്യങ്ങളും നിങ്ങളെ സംബന്ധിച്ച് ഈ സമയം ബാധിക്കുന്നൊരു സിറ്റുവേഷനിലായിട്ട് കാണുന്നില്ല. ബട്ട് കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെയോ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഹീലായി പോകുന്നുണ്ട്. നിങ്ങളുടെ പണ്ടത്തെ കർമ്മകളായിരിക്കാം. അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിലോട്ട് പുതിയ ആൾക്കാർ കടന്നു വരുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ അങ്ങനത്തെ സംഭവങ്ങൾ കടന്നു വരുന്നതായിട്ടാണ് കാണാൻ വരുന്നത്. കൂടുതലും വാട്ടർ സൈഡാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാമായിട്ട് കാര്യങ്ങൾ കൂളായിട്ട് എടുക്കാൻ പറ്റും. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ ആ കാര്യങ്ങളെടുത്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതായിട്ടാണ് ഈ സമയത്ത് കാണുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ സംബന്ധിച്ച് ഈ സമയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ കൂടുതലും മനസ്സിലാക്കാൻ പറ്റുന്നൊരു ടൈം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നൊരു ഡിവൈൻ സപ്പോർട്ട്. ഇപ്പം എല്ലാവരെ സംബന്ധിച്ചും ഒരു ഓറ പവർ ഉണ്ടായിരിക്കും. ആ ഓറ എന്താണ്, നിങ്ങളുടെ സ്പിരിച്വൽ ജേണി എന്താണ്, നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്താണ്, നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ആൾക്കാർ ആരൊക്കെയാണ്, നിങ്ങൾ കണ്ടുമുട്ടേണ്ട വ്യക്തികൾ ആരൊക്കെയാണ് എന്നൊക്കെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഡിവൈൻ പവർ അല്ലെങ്കിൽ ഡിവൈൻ സപ്പോർട്ട് ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ എത്ര ചിന്തിച്ച് കഴിഞ്ഞാലും എന്തൊക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സമയം
ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിലോട്ട് അതൊക്കെ കിട്ടാൻ വേണ്ടി ചാൻസ് കുറവാണ് എന്നുള്ളതായിട്ടാണ് കാണിക്കുന്നത്. കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലോട്ട് ഈ ഒരു സമയം വരുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു റീബർത്ത്, അതായത് പുതിയൊരു ലൈഫ്. അതായത് നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ഉള്ള ടോട്ടൽ എനർജി മാറിയതിന് ശേഷം ന്യൂ എനർജി നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് ഇപ്പം നമ്മളെ സംബന്ധിച്ച് കുറേയധികം കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ട് എന്നുണ്ടെങ്കിൽ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് അനുഭവിച്ച് നടക്കുന്ന ഒരാൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് ഹീലിംഗ് പീരീഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാസ്റ്റിൽ നിന്നുമുള്ള, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മുന്നേ ചെയ്ത കാര്യങ്ങളിൽ മുൻ ജന്മത്തിലായിരിക്കാം, അല്ലെങ്കിൽ മുന്നേ നിങ്ങൾ ആഴത്തിൽ ചെയ്ത സിറ്റുവേഷൻ കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും, റിലേഷൻഷിപ്പിലെ കർമ്മയായിരിക്കും. അതൊക്കെ ടോട്ടൽ എൻഡ് ആവുന്നതിൻ്റെ ഒരു സമയമായിട്ടാണ് കാണുന്നത്. അങ്ങനെ എൻഡ് ആവുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു മൂകമായിട്ടുള്ളൊരു ഫീലിങ്സ് നിങ്ങൾക്ക് തോന്നും. കാരണം നിങ്ങളുടെ കയ്യിൽ നിന്നും എന്തോ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്തോ ഒരു ഉണർച്ചയില്ല, അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം ഒരു ഫീലിങ്സ് ഇല്ലാത്തൊരു സിറ്റുവേഷൻസിലോട്ട് കടന്നു. ബട്ട് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അത് അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനാണ്. ബട്ട് ഇനി അങ്ങോട്ട് നിങ്ങളുടെ സ്റ്റോറി എഴുതാൻ പോകുന്നതേ ഉള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ലൈഫ് ക്രിയേറ്റഡ് ആക്കാൻ പോകുന്നതേ ഉള്ളൂ എന്നുള്ളതായിട്ടാണ് ഈ സമയത്ത് കുറേ അധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. കുറേ അധികം നിങ്ങളെ സംബന്ധിച്ച് ലൈഫിൻ്റെ പർപ്പസ് എന്താണ്, ലൈഫിൻ്റെ ഇൻറ്റൻഷൻ എന്താണ്, ലൈഫിൻ്റെ വിഷൻ എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് നിങ്ങളുടെ സോൾ ഈ സമയത്ത് കാണിച്ചു തരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. കൂടുതൽ നിങ്ങളിലോട്ട് നിങ്ങൾ അടുക്കുന്നത് കൊണ്ട് തന്നെ ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കൂടുതലും ആഗ്രഹങ്ങളിലോട്ട്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണ്, അതൊക്കെ നിങ്ങളുടെ സോൾ ക്രിയേറ്റഡ് ആക്കി കൊണ്ടുവരുന്നൊരു സമയമായിട്ടാണ് കുറേയധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു നിങ്ങളുടെ സോൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു പർപ്പസ് ചെയ്യാൻ വേണ്ടിയാണ്. ബട്ട് നിങ്ങളുടെ സോളിന് ഉപരി നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരിക്കാം. മേ ബി ചെറുപ്രായത്തിലെ തൊട്ട് നിങ്ങളുടെ ലൈഫിൽ കയറി കൂടിയ ഒരാഗ്രഹമായിരിക്കാം, ഒരു പാഷനായിരിക്കാം. ഈ ഒരു സമയം നിങ്ങൾക്കത് മാനിഫെസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്നു എന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങളെ സംബന്ധിച്ച് ഭയങ്കരമായിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി. കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ടൈം ഫുള്ള് എൻഡായി, അതായത് ഒരു സമയം ഫുള്ള് മൂണായി, നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് സമയം ഫുള്ള് എൻഡായതിന് ശേഷം ഒരു ന്യൂ ബിഗിനിങ്സ്, പുതിയൊരു തുടക്കം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ സോള് നിങ്ങൾക്ക് വേണ്ടിയും തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. നിങ്ങളുടെ സോൾ പർപ്പസിന് ഉപരി നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ പർപ്പസ് അറിയാതിരിക്കാം, അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കാം, മുന്നോട്ട് പോകുമ്പം അറിയാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ബട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ സോൾ തീരുമാനം എടുക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ആഗ്രഹങ്ങളായിരിക്കാം, നിങ്ങളുടെ പാഷനായിരിക്കാം, നിങ്ങൾക്ക് പോവേണ്ട സ്ഥലങ്ങളായിരിക്കാം, നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളായിരിക്കാം, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ആയിരിക്കാം. ഇതിലോട്ടൊക്കെ നിങ്ങൾ കടന്നു പോകുന്നൊരു സമയമായിട്ടാണ് കൂടുതലധികം ആൾക്കാരെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നത്. അപ്പം നോക്കട്ടെ എന്തൊക്കെയാണ് നിങ്ങൾ ഈ സമയം അറിയേണ്ടി, അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഈ സമയം നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, യെസ്, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വരേണ്ട കുറച്ചധികം ഓപ്പർച്യൂണിറ്റീസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് നടക്കേണ്ട, ഞാൻ പറഞ്ഞില്ലേ ഹീലിംഗ് പ്രോസസ്സാണ്, ഹീലിംഗ് ആണ്. അതാ ഹീലിംഗ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ പുതിയ ആൾ നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി വരുന്നത്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് ഇതിൻ്റെ അകത്ത്. അതുപോലെ തന്നെ എന്താ പറയുക, നിങ്ങളുടെ പ്രൊട്ടക്ഷൻ, നിങ്ങളുടെ ഹീലിംഗ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സമയം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്നൊരു സമയമായിട്ടും കാണുന്നത്. ഈ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച്
നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും കുറേയധികം ചിന്തകൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാം എക്സ്പയറി ഡേറ്റായി. അതായത് ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ നടന്ന സിറ്റുവേഷൻസ് എല്ലാം എക്സ്പയറി ഡേറ്റായി. ഇനി പുതിയ പ്രോഡക്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു പ്രോഡക്റ്റാണ് നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. അത് ടോട്ടൽ വേറെ തന്നെ ആയിരിക്കും. പുതിയ റിലേഷൻ ആയിരിക്കും, പുതിയ കരിയർ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ള റിലേഷൻഷിപ്പിൽ തന്നെ പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കാം. പഴയ കാര്യങ്ങളോ സിറ്റുവേഷൻസ് ഒന്നും ഇനി നിങ്ങളുടെ ലൈഫിലോട്ട് വരാനുള്ള ചാൻസില്ല. ട്രോമാസോ കാര്യങ്ങളോ ഒന്നും നിങ്ങളുടെ ലൈഫിൽ വരാൻ ചാൻസില്ല. പുതിയതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് വരാൻ ചാൻസ് ഉള്ളത്. ഓവറോൾ നിങ്ങളെ സംബന്ധിച്ച് എന്താ പറയുക, നത്തിങ്, അതായത് എന്താ പറയുക, സിംപ്ലി ആയിട്ട് നിങ്ങൾ പോകും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ. കാരണം ഇതൊന്നും വരെ വന്ന് ബാക്കിയുള്ളതെല്ലാം ഞാൻ നോക്കിക്കോളാം എന്നുള്ളൊരു സിറ്റുവേഷൻസിലാണ് നിങ്ങളുടെ സോളിപ്പം അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. മേ ബി ഒന്നീ നിങ്ങളായിരിക്കും നിങ്ങളെ സോളിനെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സോളായിരിക്കും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനത്തെ ഉള്ളൊരു സിറ്റുവേഷനിലായിട്ട് നിങ്ങളെ സംബന്ധിച്ച് കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകതരം എബിലിറ്റി, പുതിയ തീരുമാനങ്ങൾ, പുതിയ ഡിസിഷൻസ്, പുതിയ പഠനങ്ങൾ, പുതിയ ഫ്രണ്ട്സ്, പുതുതായിട്ടുള്ള കുറേ അധികം കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരേണ്ട, അല്ലെങ്കിൽ പുതുതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കുറേ അധികം സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരേണ്ട ഒരു സംഭവമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയത്ത് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം ആൾക്കാർ നിങ്ങളുടെ സോൾ ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റിൽ ഉള്ള കുറേ അധികം ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി ജോലിയിലായിരിക്കാം, മേ ബി അതുപോലെ തന്നെ കരിയർ റിലേറ്റഡ് ആയിരിക്കാം, ഫാമിലി റിലേറ്റഡ് ആയിരിക്കാം. ഇങ്ങനത്തുള്ള സിറ്റുവേഷൻസൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പല സിറ്റുവേഷൻസും പല ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ വ്യക്തികൾ ഭയങ്കരമായിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഭയങ്കരമായിട്ട് ഫിയറിൽ നിൽക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ അസിസ്റ്റൻ്റായിട്ട് നിൽക്കേണ്ട സിറ്റുവേഷനിൽ നിങ്ങളെ മാനേജറാക്കി മാറ്റുന്നു എന്നുള്ളതായിട്ടാണ് ഈ വ്യക്തികൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നത് എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയം നിങ്ങൾ ഫുള്ളി ഗൈഡൻസ് ആണ്, ഫുൾ പ്രൊട്ടക്ഷനിലാണ്. നിങ്ങൾ ഭയങ്കരമായിട്ടും പ്രൊട്ടക്ഷനിൽ നിൽക്കുന്നൊരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയത്ത് നിങ്ങൾക്ക് സൈക്കിഡലിക്കായിട്ടുള്ള, അതുപോലെ തന്നെ എന്താ പറയുക, ഡിവൈൻ പരമായിട്ടുള്ള, സ്പിരിച്വൽ പരമായിട്ടുള്ള കുറേയധികം വർക്ക് ചെയ്യേണ്ട ഒരു സമയമായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇത് നിങ്ങളുടെ സോൾ തന്നെ ടോട്ടലി നിങ്ങൾക്ക് ചെയ്തു തരും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഈ സമയം നിങ്ങളുടെ സോൾ അല്ലെങ്കിൽ ഒരു മാജിക്കൽ വേൾഡിൽ നിങ്ങളെ കൊണ്ട് നിർത്തുന്നു. അതുപോലെ തന്നെ പല എക്സ്പീരിയൻസ്, എന്താ പറയുക, ലൈഫിൽ നിങ്ങൾ അനുഭവിക്കാത്ത കുറേയധികം എക്സ്പീരിയൻസ് ഈ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്നുള്ളതായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം ഇതൊക്കെയാണ് ഉള്ളത് ഈ സമയത്ത്. എന്താ പറയുക, ജസ്റ്റ് ഒരു ചുമ്മാ ഒരു റീഡിംഗ് ആയിട്ട് വന്നതേ ഉള്ളൂ. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും ഈ സമയത്ത് അങ്ങനെ വലിയ റീഡിങ് ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ലയെന്ന് എനിക്ക് തോന്നി. അപ്പം പ്രോപ്പറായിട്ട് ഈ സമയം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ട കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു തരണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ സമയം ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വന്നത്. ഈ സമയം നിങ്ങളെ സംബന്ധിച്ച് കുറേയധികം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു മാരേജ് ഫംഗ്ഷൻ, സെലിബ്രേഷൻ, അങ്ങനത്തെയുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ ചാൻസ് ഉള്ളൊരു സമയമായിട്ടൊക്കെയാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നത്. ഇതൊരു ചുമ്മാ ജസ്റ്റ് ഒരു റീഡിംഗ് ആയിട്ട് വന്നതേ ഉള്ളൂ. നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് നടക്കുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന കുറച്ച് നിങ്ങൾ അറിയേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് എന്ന് തോന്നിയുകൊണ്ട് വന്നതേ ഉള്ളൂ. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, ടാറ്റ, സീ യു.